ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ ഇൻസ്പെക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇൻസ്പെക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് സെറ്റിംഗ്സുകൾ ഉണ്ടാവില്ലേ, അതൊന്ന് സൂം ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇറങ്ങിയ ഒരു ഭാഗമാണ് വീഡിയോ ഇൻസ്പെക്ടർ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിലോ, ഇതിൻ്റെ സെറ്റിംഗ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻസ്പെക്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് ക്ലിപ്പിലാണോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, ഈ ഒരു ക്ലിപ്പിലാണെങ്കിൽ ഈ ഒരു ക്ലിപ്പിൽ, ഇനി തൊട്ടടുത്ത ക്ലിപ്പിലാണ് തൊട്ടടുത്ത ക്ലിപ്പിൽ ഇതേപോലെ പ്ലേ ഹെഡർ കൊണ്ടുവച്ചിട്ട് കാര്യമല്ല, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചുറ്റും ഒരു റെഡ് മാർക്ക് വന്നു എന്നുള്ള കാര്യം കൺഫേം ആക്കുക. ഓക്കെ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ റെഡ് ഒരു ബോർഡർ കൺഫേം ആയിട്ട് വന്നു അല്ലേ? ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ വന്നു. അപ്പോൾ ഏതിലാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിൽ പ്ലേ ഹെഡർ ഇവിടെ വെച്ചോണ്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ വ്യൂവറിൽ കാണുകയില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതിലാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇതിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പ്ലേ ഹെഡർ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് സെറ്റിങ്സ് മാറ്റുക. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ ഈ ആനേൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ വെച്ചു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കാണാനും പറ്റും, ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനും പറ്റും. നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഓപ്ഷൻ എന്താണ്? വീഡിയോ ഇൻസ്പെക്ടർ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തൊട്ട് താഴെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ ട്രാൻസ്ഫോമിൻ്റെ സെക്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് അറിയണമെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ അല്ലേ? ഇത് ഓൾറെഡി ഓൺ ആയിരിക്കും, നമ്മൾ ഓഫ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ആണെങ്കിൽ ഇവിടെ ഹാഷ് കളർ ആയിരിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ട് ഓൺ ആവും. ഇതേപോലെ എല്ലാ ടൂളുകളും ഓൺ ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും, ഓഫ് ആണെങ്കിൽ ഈ ഒരു ആഷ് കളർ ആയിരിക്കും. ഓക്കെയാണ്. അപ്പോൾ ഇത് ഓണായി നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യേണ്ട കാര്യമല്ല. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നേരെ ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ബോറടിക്കുന്നില്ലല്ലോ. അപ്പോൾ നേരെ നമ്മൾ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഓപ്ഷൻ എന്താണ്? സൂം ആണ്. ഞാനിത് മുന്നോട്ടേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നീക്കിയാൽ കണ്ടോ, ഈ ഒരു വാല്യൂവിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, നീക്കുക, കണ്ടോ. അപ്പോൾ ബാക്കോട്ട് നീക്കിയാൽ ചെറുതായിട്ട് പോകും, മുന്നോട്ട് നീക്കിയാൽ വലുതായി വരും. അതിനെന്താ പറയുക? സൂം ഇന്ന്, സൂം ഔട്ട്. ഇങ്ങനെ ചെറുതായി പോകുന്നതിന് സൂം ഔട്ട്, വലുതായി വരുന്നതിന് സൂം ഇന്ന്. ഓക്കെ ആണ്. ഇപ്പോൾ ഇതൊരു ആസെപ്റ്റ് റേഷ്യോയിലാണ് ഇത് മൂവ് ആകുന്നത്. അപ്പോൾ കണ്ടോ, ആനയൊക്കെ കറക്റ്റ് ആയിട്ടാണ് മൂവ് ആകുന്നത്, സൂം ആകുന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ നടുവിൽ ചെയിനിൻ്റെ ഐക്കൺ കണ്ടോ, ഈ ചെയിനിൻ്റെ ഐക്കൺ ഓൺ ആണെന്നുള്ള കാര്യം കൺഫേം ആക്കുക. അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? അപ്പോൾ നമ്മൾ ഇതൊന്ന് റീസെറ്റ് ചെയ്യണേ. റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പേരിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീസെറ്റ് ആയി. ഓക്കെ, ഇവിടെ ചെയിൻ എന്നിട്ട് ഓഫ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു എക്സ് വാല്യൂ ഇവിടെ കണ്ടോ, എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള വാല്യൂ ആണ് എക്സ് വാല്യൂ. അത് ഞാൻ ബാക്കോട്ടേക്ക് വലിക്കുന്ന സമയത്ത് കണ്ടോ, സ്ട്രെച്ച് ചെയ്തിട്ട് ചുരുങ്ങി പോകും. അല്ലെങ്കിൽ മുന്നോട്ടാണെങ്കിലും സ്ട്രെച്ച് ചെയ്ത് വലുതാവും. കണ്ടോ, സ്ട്രെച്ച് ചെയ്ത് വലുതാവുക. അതുപോലെ തന്നെ കംപ്രസ് ആവുന്നത് എങ്ങനെയാണ്? സ്ട്രെച്ച് ചെയ്ത് വലുതാവുന്ന ചെറുതാവുക എന്ന് പറയില്ല, കംപ്രസ് ആയിട്ട് ഇങ്ങനെ പോവുക. കണ്ടോ, ഒരു പൊസിഷനിൽ മാത്രം. അപ്പോൾ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ തെറ്റി ആനയൊക്കെ എന്തോ ഒരു വൃത്തികെട്ട ജന്തുവായി മാറിയില്ലേ? ഓക്കെ, അതേപോലെ തന്നെ വൈ പൊസിഷൻ, വൈ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ കണ്ടോ, വൈ വലുതായി പോവും, വൈ ചെറുതായി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിലൊന്നും ഈ രീതി ചെയ്യാൻ പാടില്ല. ഇവിടെ ചെയിൻ എപ്പോഴും ഓൺ ആയി തന്നെ നിൽക്കുക. അതിന് പകരം നമുക്ക് എന്തെങ്കിലും വെക്ടർ ഇമേജുകൾ, ഒരു ആരോ മാർക്ക്, അങ്ങനെന്തെങ്കിലും സംഭവമാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പൊസിഷനിൽ മാത്രം ഇങ്ങനെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, കുഴപ്പമില്ല. അവിടെ ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു ഐക്കൺ ഓൺ ആണെന്നുള്ള കാര്യം കൺഫേം ആക്കുക. തൊട്ട് താഴെ പൊസിഷൻ ഉണ്ട് അല്ലേ? അത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ എക്സ് പൊസിഷന്, മേലോട്ട് നീക്കി കഴിഞ്ഞാൽ വൈ പൊസിഷനിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെയാണ്. നമ്മൾ കൂടുതലും വലിയൊരു ഇമേജിനല്ല അങ്ങനെ ചെയ്യുക, ചെറുതായിട്ട് അല്ലേ. ഇങ്ങനെ ഒരു ലോഗോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നിലേക്ക് ഞാൻ ഈ ഒരു ലോഗോ ആഡ് ചെയ്ത്, ഈ ലോഗോനെ എനിക്ക് എവിടെയെങ്കിലും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഇതിൽ ക്ലിക്ക് ചെയ്യാം, അതിന് തന്നെ സൂം ഇത്തിരി കുറയ്ക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പം മതി അല്ലേ? ഇനി എന്ത് ചെയ്യുക? പൊസിഷൻ ഇങ്ങനെ വലത്തേക്ക് കൊണ്ടുവരിക. ഓക്കെയാണ്. ഇതേപോലെ താഴേക്ക് കൊണ്ടുവരികയെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് വലിക്കുക. കണ്ടോ, മുന്നോട്ടേക്ക് വലിച്ചാൽ മേലോട്ടേക്ക് പോകും. ഓക്കെ, ഇതേപോലെ എനിക്ക് വേണ്ട ഒരു പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ആങ്കർ പോയിന്റ് അത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ തീരട്ടെ, ഇവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. തൊട്ട് താഴെ നമുക്ക് എന്താ കാണാത്തത്? പിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ ആനേൻ്റെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ പിച്ചിനെ മുന്നോട്ടേക്ക് നീക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ബാക്കോട്ട് നീക്കിയാൽ കണ്ടോ, ഇതേപോലെയുള്ള ചെറിയ എഫക്റ്റുകളൊക്കെ കൊടുക്കാനാണ് ഈ പിച്ച് ചെയ്യാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇമേജിനൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ നീക്കി വെക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോ എടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ആയി പോകാറുണ്ട് ചിലപ്പോൾ അല്ലെ, ഡോക്യുമെൻ്റ് ഒക്കെ ഫോട്ടോ എടുത്താൽ. അപ്പോൾ ഇത് ഇത്തിരി പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി വെക്കാൻ പറ്റും. അതേപോലെ യാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതേപോലെ റെഡിയാക്കി വെക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് ഒരു വീഡിയോ മുന്നോട്ടേക്ക് ചെയ്യാം കേട്ടോ. ഇതിലെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നുള്ളൂ. ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ നമ്മൾ വീഡിയോ വേറെ ചെയ്യും കേട്ടോ. ഈ എക്സ്പോഷനിൽ വീഡിയോനെ വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചു വെക്കാനുള്ള ഓപ്ഷനാണ് ഫ്ലിപ്പ്. തൊട്ടിപ്പുറത്ത് എന്താണ്? വൈ പൊസിഷനാണ്. മേലേക്കും താഴേക്കും ഇതേപോലെ തിരിച്ചും മറിച്ചും വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആണ്. ഇനി സ്മാർട്ട് റീഫ്രെയിം ആണ്. നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും ഏരിയ ട്രാൻസ്ഫോമിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചു അല്ലേ? പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. നേരെ വ്യൂവറിൻ്റെ അകത്ത് വരിക. വ്യൂവറിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു ബോക്സ് കാണാൻ പറ്റും അല്ലേ? ഒരു പോയിന്ററൊക്കെ ആയിട്ട് കാണുന്ന ഒരു മാസ്ക് ഒക്കെ പോലത്തെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ ഒരു കൺട്രോളർ നമുക്കിതിൽ ഓൺ ആയിട്ട് വരും അല്ലേ? എന്താ പറയുക?
കൺട്രോളർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഇതിൻ്റെ ഒരു കോർണറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു ഡോട്ട് കാണാം. എഡ്ജിലൊരു ഡോട്ട് കാണാം അല്ലേ? ഈ കോർണറിലുള്ള ഡോട്ട് പിടിച്ച് നമ്മളിങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ ആസ്പെക്ട് റേഷ്യോ കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെച്ച് ആവാതെ നല്ല വൃത്തിയിൽ ഇതേപോലെ ചുരുങ്ങി നിൽക്കും. വലുതാക്കി വെക്കാനും പറ്റും. കണ്ടോ? ഇങ്ങനെ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാലോ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചുരുക്കാനും വലുതാക്കാനും പറ്റും. ഇതേപോലെ തന്നെ ഈ ഒരു എഡ്ജിലും ഇങ്ങനെ തന്നെ ഉണ്ട്. കണ്ടോ? കോർണറിലുള്ള പോലെയല്ല എഡ്ജിൽ വരുന്നത് അല്ലേ? രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം. ഇനി അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി നമുക്കൊരു ഓപ്ഷൻ വരുന്നത്, ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ഈ വീഡിയോനെ എങ്ങോട്ടെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ലോഗോയിൽ തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഈ ലോഗോ ഉണ്ട് എനിക്ക് ഇതേപോലെ എടുത്ത് പാകത്തിൽ എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് ഇവിടെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം, ഇവിടെയാണെങ്കിൽ ഇവിടെ വെക്കാം, ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി ഇതിനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ആംഗിൾ റൊട്ടേഷൻ എന്ന സംഭവമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇത് കറക്റ്റായിട്ട് ഒരു 90 ഡിഗ്രിയിലേക്ക് വരണമെങ്കിൽ, അതായത് കുത്തനെ വരണമെങ്കിൽ 90 അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു പൊസിഷനിലേക്ക് മാറും. അതേപോലെ നമുക്ക് 180 അടിച്ച് കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞ് നിൽക്കും. ഫ്ലിപ്പ് ചെയ്തില്ല അതുപോലെ തിരിഞ്ഞ് നിൽക്കും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ പോയിന്റ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നീക്കാം. ഇനി ഇങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇതിൻ്റെ പുറത്തേക്ക് ചാടിക്കുന്നത് ഇവിടെ പിടിച്ച് ഇങ്ങനെ കറക്കിയാൽ മതി. കണ്ടോ? നമുക്ക് ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. ഇപ്പോൾ റൊട്ടേഷൻ നടക്കുന്ന ഈ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ? എനിക്ക് ഈ സെൻറ്ററിലല്ല റൊട്ടേഷൻ വരേണ്ടത്. ഒരു എഡ്ജിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയാം? ഓക്കെ. ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാ ഇവിടെ സെൻറ്ററിൽ ആണ് റൊട്ടേറ്റ് ആവുന്നത്. ഞാൻ ഇങ്ങനെ വലുതാക്കി വെച്ചാൽ കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അതായത് ഈ പോയിന്റിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അവിടേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് റൊട്ടേഷൻ ഒന്ന് അടിച്ച് നോക്കിയാൽ കണ്ടോ എവിടെയാണ് റൊട്ടേറ്റ് ആകുന്നത്? കണ്ടോ? അവിടെ ആണി അടിച്ച് വെച്ച പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആവണം അല്ലേ? കണ്ട ഒരു ഫോട്ടോ ഒക്കെ പെൻഡുലൊക്കെ ആടുന്ന പോലെ. ഇനി ഇത് ഇവിടെ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെക്കാം. ദേ ഇവിടെ വെച്ചിട്ടാണെങ്കിലോ അതേപോലെ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ അതിനകത്തൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതെല്ലാ വീഡിയോയിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ആനയുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. അവിടെ താഴെ വന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. താഴെ വന്ന് ആനയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ പറ്റും. ഇതിന് ഞാനൊന്ന് സൂം ചെയ്യണം. എനിക്ക് എവിടേക്ക് സൂം ചെയ്യണം? ഈ ആനയുടെ എവിടേക്കല്ല സൂം ചെയ്യേണ്ടത്, ആനയുടെ കണ്ണിരിക്കുന്ന ഭാഗത്തേക്കാണ് സൂം ചെയ്യേണ്ടത്. അപ്പോൾ ഈ കറക്റ്റ് സെൻറ്ററിലുള്ള ഈ കുത്ത് പിടിച്ചിട്ട് ഇവിടേക്ക് നീക്കുക. അപ്പോൾ ഈ ആങ്കർ പോയിന്റ് ഇവിടേക്ക് മാറി. ഇനി ഞാനൊന്ന് സൂം ചെയ്യുകയാണെന്ന് നോക്കിക്കോണ്ടോ, ആനയുടെ കണ്ണിൻ്റെ അവിടെയാണ് സൂം ആവുന്നത്. കണ്ടോ? ഇനി അതേപോലെ എനിക്ക് അവിടുന്ന് മാറ്റിയിട്ട് ഈ ഒരു ഏരിയയിലാണ് സൂം ഇട്ടുണ്ടെങ്കിലോ ഇവിടേക്ക് കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയേ കണ്ടോ? ആ ഏരിയയിലേക്കാണ് സൂം ചെയ്യുക. അതായത് ആങ്കർ പോയിന്റാണ് എവിടേക്ക് സൂം ആവണം, എവിടേക്ക് റൊട്ടേഷൻ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയാണ് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? സൂം ചെയ്യാം, പൊസിഷൻ ചെയ്യാം, ആംഗിൾ ചെയ്യാം, ആങ്കർ പോയിന്റ് ചെയ്യാം, പിച്ച്, യാവ്, ഫ്ലിപ്പ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെയും ചെയ്യാം, നമുക്ക് ഇവിടെയും ചെയ്യാം. അപ്പോൾ ഏകദേശം ട്രാൻസ്ഫോമിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്രോപ്പ് എന്താണെന്ന് നോക്കാം അല്ലേ? ഇനി തൊട്ട് താഴെ നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അല്ലേ? ഇതിനിടയ്ക്ക് ഒരു സ്മാർട്ട് റീഫ്രെയിം ഉണ്ട്. അത് നമ്മൾ അഡ്വാൻസ്ഡ് വീഡിയോയിലേ പറയുള്ളൂ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ക്രോപ്പിൻ്റെ അകത്തൊന്ന് ഓഫ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും ഏരിയാസാണ് ക്രോപ്പിൽ വരുന്നത് അല്ലേ? അതെന്താണെന്ന് നോക്കാം. ഓക്കെ. ഇതിൻ്റെ അകത്ത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നാണ് ക്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ലെഫ്റ്റിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്ത് ചെയ്യാം? ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ ആണേ. ഇനി റൈറ്റിൽ നിന്നാണെങ്കിലോ ഇതേപോലെ റൈറ്റ് മുന്നോട്ട് നീക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയോ? മേലെയും താഴെയും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ടോപ്പ്, അതായത് ടോപ്പ് ഭാഗം ക്രോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ 100 ആഡ് ചെയ്ത് കൊടുക്കുക. HD ആണെങ്കിൽ കേട്ടോ. 4K ആണെങ്കിൽ 200 ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണേ. അപ്പോൾ നമുക്ക് നല്ലൊരു കറക്റ്റായിട്ട് ഫിലിം ലുക്കിലേക്കുള്ള ഒരു ക്രോപ്പ് ഇവിടെ കിട്ടും. കണ്ടോ? ഇവിടെ 200 ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടായി പോകും. ഒന്നും കാണാൻ ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒരു 150 100 കൊടുക്കാം. 150 കൊടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം വൈഡ് ലുക്ക് കിട്ടും. കണ്ടോ? ഒരു എക്സ്ട്രീം വൈഡ് ലുക്ക് കിട്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ ക്രോപ്പ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ അല്ലാത്ത കുറേ ആവശ്യങ്ങൾക്ക് ക്രോപ്പ് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ, 2 വീഡിയോസ് തമ്മിൽ ചേർത്ത് വെക്കാൻ, ഈ ഒരു വീഡിയോ ഈ വീഡിയോ തമ്മിൽ ചേർത്ത് വെക്കണമെന്ന് നോക്കിക്കോ. ഇവനെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ഇവനെ ഇത്തിരി ഇങ്ങോട്ട് ക്രോപ്പ് ചെയ്യാണ്. ഈ ഒരു ക്ലിപ്പിനെ ലെഫ്റ്റിൽ നിന്ന് കുറച്ച് റൈറ്റിലേക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ചാൽ ഇതേപോലെ 2 വീഡിയോസ് നമുക്ക് ഒരേ സീനിൽ കാണിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം കേട്ടോ. ക്രോപ്പ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കത്താവുന്ന കാര്യങ്ങളുള്ളൂ. നിങ്ങളുടെ ക്രിയേറ്റ് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഈ ക്രോപ്പ് ചെയ്ത് അതിന് സോഫ്റ്റ് ആക്കണമെങ്കിലോ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൺഫേം ആക്കുക. സോഫ്റ്റ് കുറച്ച് ബാക്കോട്ട് വലിച്ച് ചെയ്യുക. കണ്ടോ? സോഫ്റ്റ് ഉള്ളിലോട്ട് വരും. സോഫ്റ്റ് പുറത്തോട്ട് പോകണമെങ്കിൽ ഇതേപോലെ തള്ളിച്ച് വെക്കാൻ പറ്റും. ഓക്കെയാണ്. ഈ 2 രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം ക്രോപ്പിനെ. കണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ ക്രോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കാം. തൊട്ട് താഴെ നമുക്ക് ഡൈനാമിക് സൂം എന്ന് കാണാൻ പറ്റും. ഇതെന്താ സംഭവം എന്നറിയോ? ഈ ഒരു ക്ലിപ്പ് എനിക്കിങ്ങനെ ഒരു ഫോട്ടോ ആണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ തന്നെ ഇതിങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നത്, ജസ്റ്റ് വെറുതെ ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നവരോ ചെറിയൊരു സൂമിങ് എഫക്റ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ജസ്റ്റ് കാണിച്ചു തരാം. സാധാരണ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ വന്നിട്ട് ഇവിടെ കീ ഫ്രെയിം അപ്ലൈ ചെയ്യും. കീ ഫ്രെയിമിനെ നമ്മൾ മുന്നോട്ട് പറയും കേട്ടോ. ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യും. എന്നിട്ട് വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് വരും.
എന്നിട്ട് ഇതേപോലെ കുറച്ച് സൂം ചെയ്ത് വെക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ ഇവിടുന്ന് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെ നമ്മൾ ഫോട്ടോസിൽ ചെയ്യുന്ന ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കീ ഫ്രെയിം ഒക്കെ കൊടുക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗ്ഗം എന്താ പറയുക? ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൈനാമിക് സൂം ഓൺ ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടോ? ആ ഒരു എഫക്റ്റ് വന്നു. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡൈനാമിക് സൂമിൻ്റെ എഫക്റ്റ് വന്നു. ഈ എഫിൻ്റെ അകത്ത് നമുക്ക് ലീനിയർ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്. അതിന് പകരം ഈസ് ഇൻ ഉണ്ട്, ഈസ് ഔട്ട് ഉണ്ട്, ഈസ് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. ഈസ് ഇൻ കൊടുത്താൽ എന്താവും നമുക്ക് നോക്കാം അല്ലേ? ഈസ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഉള്ളോട്ടേക്ക് ഇങ്ങനെ പോകും കണ്ടോ? അത് അങ്ങനത്തെ എഫക്റ്റുകൾ. അതിന് നമുക്ക് വേറെ രീതിയിലും കൂടെ ചെയ്യാം. എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈടെ ഈ 4 പോയിന്റിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതല്ല ട്ടോ ഓൺ ചെയ്യേണ്ടത്. താഴെ നമുക്ക് ഡൈനാമിക് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാൻ പറ്റും. അതിനെ ഓൺ ചെയ്യാം. ഓക്കെ ആണേ. ഇവിടെ തൽക്കാലം ഞാൻ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇവിടുന്ന്. എന്നിട്ട് ഈ ഒരു ക്ലിപ്പിൽ വന്ന ശേഷം ഈ ഒരു പച്ച ബോർഡർ കണ്ടോ? ഇത് ഞാൻ എവിടേക്കാണ് മൂവ് ചെയ്ത് വെക്കുന്നത് അവിടേക്ക് സൂമായിട്ട് വരും. കണ്ടോ? ഇപ്പം മൊത്തം ക്ലിപ്പിൻ്റെ അകത്ത് നിന്ന് സൂമായിട്ട് എവിടേക്ക് വരുന്നത് നോക്കി കണ്ടോ? ആ ഒരു ഏരിയയിൽ നിന്ന് സൂമായിട്ട് പുറത്തോട്ടേക്ക് വരും. സൂമിൻ്റെ സ്ട്രെങ്ത് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ബോക്സ് ചെറുതാക്കി വെക്കണം. അപ്പം ഞാൻ മോളെ മുഖത്ത് നിന്നാണ് വീഡിയോ തുടങ്ങേണ്ടെങ്കിൽ ഏകദേശം ഇവിടെ കൊണ്ടുവച്ച ശേഷം ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്യാൻ നോക്കിയാൽ കണ്ടോ? ആ മോളെ മുഖത്ത് നിന്ന് ഫുൾ സ്ക്രീനിലേക്ക് വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഡൈനാമിക് സൂമിൻ്റെ അകത്ത് ആനിമേഷൻ ചെയ്യുന്നത്. ഓക്കെ ആണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ സൂം ചെയ്ത് പുറത്തോട്ട് പോകുന്നതിന് പകരം ഫുൾ സ്ക്രീനുള്ള വീഡിയോനകത്ത് മോളെ മുഖത്തേക്ക് സൂം ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ കണ്ടോ ലീനിയർ എന്നുള്ളത് സ്വാപ്പ് എന്നുള്ളത് കൊടുത്താൽ മതി. അതായത് നേരെ തിരിഞ്ഞിട്ട് വരും. കണ്ടോ? മോളെ മുഖത്തേക്ക് ഇങ്ങനെ സൂം ആയിട്ട് പോകുന്നത് കണ്ടോ? ഓക്കെ ആണേ. അങ്ങനെ വിട്ടു. അത് നിങ്ങൾക്ക് കത്തിയല്ലോ അല്ലേ? അത് ഇതേപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ലീനിയർ ഉണ്ട്, ഈസ് ഇൻ, ഈസ് ഔട്ട് ഇതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട ഒരു ആനിമേഷൻ കിട്ടും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വലുതാക്കാൻ ചെറുതാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ ആണേ. അപ്പോൾ അതൊന്ന് ഞാൻ റീസെറ്റ് ചെയ്തു. എവിടെയാണ്? ഇവിടെ ഒന്ന് റീസെറ്റ് ചെയ്താൽ കേട്ടോ. എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ടാണ്. പിന്നെ നമുക്ക് കോമ്പോസിറ്റ് മോഡാണുള്ളത്. കോമ്പോസിറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഒപ്പാസിറ്റി അതായത് ഈ ലോഗോയിൽ വന്നു കഴിഞ്ഞാൽ ലോഗോയ്ക്ക് ഇത്ര ക്ലാരിറ്റി വേണ്ട. ഇത്തിരി കുറഞ്ഞ് നിൽക്കണം. അതായത് ഇത്തിരി മങ്ങി നിൽക്കണം. അതിന് നമുക്ക് ഈ ഒപ്പാസിറ്റി കുറച്ച് മതി കണ്ടോ? ഒപ്പാസിറ്റി 50 ഇട്ട് കഴിഞ്ഞാൽ മങ്ങി കിട്ടും. പിന്നെ ഒരുപാട് മങ്ങണമെങ്കിൽ വാട്ടർമാർക്കൊക്കെ ആഡ് ചെയ്യില്ലേ നമ്മൾ പേരൊക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒപ്പാസിറ്റി കുറച്ചിട്ട് കേട്ടോ ചെയ്യാം. പിന്നെ കൂട്ടിയിടണം ഇതേപോലെ കൂട്ടിയിടാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിന് തൊട്ട് മുകളിൽ കണ്ട നോർമൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒരു ഫോഗിൻ്റെ വീഡിയോ ആഡ് ചെയ്തു. എക്സാമ്പിളാണ്. ഈ ഫോഗിൻ്റെ അകത്ത് എന്താണ് നമ്മളിത് ആഡ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള പിന്നെ ഒന്നും കാണൂല അല്ലേ? ഇത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? ഇവിടെ വന്നിട്ട് ഈ ഒപ്പാസിറ്റി ഇങ്ങനെ കുറച്ച് അങ്ങനെയല്ല നമ്മൾ ചെയ്യുക കേട്ടോ. അതിന് പകരം എന്താ ചെയ്യുക? ഇവിടെ കോമ്പോസിറ്റ് മോഡിൻ്റെ അകത്ത് വന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് എന്നൊരു ഓപ്ഷൻ കണ്ടോ? കണ്ടോ? ആഡ് കൊടുക്കുന്ന സമയത്ത് അത് പുക അവിടെ വരികയും ചെയ്തു. ബ്ലാക്ക് കളർ പോവുകയും ചെയ്തു. ഓക്കെ ആണേ. പിന്നെ താഴേക്കുള്ള ഈ ഓരോ ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരോ എഫക്റ്റുകൾ കിട്ടും. നിങ്ങൾ ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അവിടെ ഒരുപാട് കളർ ഡോഡ്ജ്, ലീനിയർ ഡോഡ്ജ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് അഡ്വാൻസ്ഡ് പറയുന്ന സമയത്ത് പറയാം. ഓക്കെയാണ്. പിന്നെ തൊട്ട് താഴെ സ്പീഡ് കൺട്രോളാണ് ഉള്ളത്. നമുക്ക് നിങ്ങൾക്ക് ഏകദേശം കത്തുന്നുണ്ടെന്നുള്ള തോന്നലോടാണ് ഞാൻ ഇത്തിരി ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. എവിടെയെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. ഞാനിവിടെ 200 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ആ ഒരു ക്ലിപ്പിൻ്റെ ഞാൻ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കളയട്ടെ. ആനയുടെ മാത്രം തൽക്കാലം ഒന്ന് ആഡ് ചെയ്യണേ. 200 കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ? പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആന സ്പീഡിൽ നടക്കാൻ തുടങ്ങും അല്ലേ? ഇവിടെ 500 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആന പറക്കും ആന നോക്കിക്കോ. അപ്പോൾ അങ്ങനെയാണ് ക്ലിപ്പിൻ്റെ സ്പീഡ് കൂട്ടാനാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 60 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ലോ മോഷൻ കിട്ടും. അതായത് 100ന് മേലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡാവും, 100ന് താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോ ആവും. കണ്ടോ? സ്ലോ ആവുന്നത് ഓക്കെ. ഇനി ഇവിടെ ഫ്രെയിം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഫ്രെയിം റേറ്റ് ഇപ്പോൾ 36 നമുക്ക് ഫ്രെയിമുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ച് സ്പീഡ് മാറും കേട്ടോ. അപ്പോൾ 60 ഫ്രെയിമുള്ള ഒരു വീഡിയോയിലേക്ക് നമ്മൾ അതിനെ 30 ഫ്രെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താവും? സ്പീഡ് 50ലേക്ക് കുറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഫ്രെയിം റേറ്റിൻ്റെ വീഡിയോസും ഇതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ റിപ്പിൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നോർമലി ഈ ഒരു വലുപ്പത്തിലാണ് ക്ലിപ്പ് ഇരിക്കുന്നതെങ്കിൽ റിപ്പിൾ ഓഫ് ആക്കിയാണ് ഞാൻ ഇവിടെ 60 കൊടുക്കുന്നത് വെച്ചാൽ ആ ലെങ്ത്ത് അതായത് ക്ലിപ്പിൻ്റെ ലെങ്ത്ത് അവിടെ വെച്ച് കട്ടായി പോകും. മുന്നോട്ടേക്കുള്ള ഉണ്ടാവില്ല. ഈ ഒരു ലെങ്ത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കും. അതായത് പുറത്തോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗങ്ങൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വലുതാക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്യുന്നതിന് മുന്നേ ഇവിടെ റിപ്പിൾ ടൈം ലൈൻ എന്നുള്ള ഇത് ഓൺ ആക്കിയിട്ട് വേണം ഇത് മാറ്റാൻ. ഓക്കെ ആണ്. എത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തൊട്ട് താഴെയുള്ള ഓപ്ഷനിലേക്ക് പോകാം കേട്ടോ. വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. അപ്പോൾ ഈ ക്ലിപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അത് കുറച്ചൊരു ആട്ടം ഉണ്ടല്ലേ? ക്ലിപ്പ് മേലോട്ടേക്കും താഴേക്കും ക്യാമറ ഇങ്ങനെ ആടുന്നുണ്ട്. കാര്യം ആൾ മാനുവലി കയ്യിൽ വെച്ചെടുത്തായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ചെറിയ ചെറിയ ഷേക്കുകളൊക്കെ വരികയാണെങ്കിൽ സ്റ്റെബിലൈസേഷനിൽ വന്നിട്ട് പെർസ്പെക്റ്റീവിലിട്ട് സ്റ്റെബിലൈസേഷൻ കൊടുക്കുക. ഇപ്പോൾ വീഡിയോ ഒന്ന് സ്റ്റേബിൾ ആവും. ഇപ്പോൾ ആ ഷേക്ക് കാര്യമായിട്ട് അറിയില്ല. കണ്ടോ? കുറച്ചൊന്ന് സ്മൂത്ത് ആയില്ലേ?
ഷേക്കുള്ള വീഡിയോസ് ഇട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ അത് പെർസ്പെക്റ്റീവ് മാത്രമല്ല സിമിലാരിറ്റി, ട്രാൻസ്ലേഷൻ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്റ്റായിട്ട് കിട്ടുന്നത് അത് യൂസ് ചെയ്യുക. ഒരു ക്ലിപ്പ് തന്നെ എല്ലാം കൂടെ ചെയ്യരുത്. ഇതിനെ ആൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്ത് പിടിച്ച് ഒരു കോപ്പി എടുത്ത ശേഷം അതിൻ്റെ അകത്ത് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഷേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതല്ലേ. അങ്ങനെ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. സെറ്റല്ലേ? പിന്നെ ഈ റേഷ്യോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ സ്റ്റെബിലൈസേഷൻ്റെ മാത്രമേ ക്ലാസ് ചെയ്യാം. അതേപോലെ ലെൻസ് കറക്ഷനും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. തൽക്കാലം അങ്ങനെ പോട്ടെ. പിന്നെ റീടൈം ആൻഡ് സ്കെയിലിംഗ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. തൽക്കാലം ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണമെങ്കിൽ സൂപ്പർ സ്കെയിൽ ചെയ്യാം. സൂപ്പർ സ്കെയിലിനുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള വീഡിയോ HD ആണ്, അത് 4K എൻഹാൻസ് ആവും കണ്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടും. ഇനി ക്ലിയർ കുറഞ്ഞ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി ക്ലിയർ കൂടും. ഇതിൽ നമുക്ക് ഷാർപ്നെസ്സും അതേപോലെ നോയ്സ് റിഡക്ഷനും ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഒന്ന് സ്മൂത്ത് ആവും, അതായത് ബ്ലർ പോലെ ആവും. അതിനനുസരിച്ച് നമ്മൾ ഷാർപ്പനും കൊടുക്കുക കേട്ടോ. ഈ രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ ഫുൾ സ്ക്രീൻ ആയി കഴിഞ്ഞാൽ ലേശം കൂടെ ക്ലിയർ കൂടുതലായിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതിന് ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിങ്ങനെ സ്റ്റക്ക് ആയിട്ടാണ് പ്ലേ ആണെങ്കിൽ നേരത്തെ പോലെ ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് മേലിലേക്ക് ഒന്ന് കോപ്പി ചെയ്തിടുക. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റണ്ടർ ഇൻ പ്ലേസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോർമാറ്റ് ക്വിക്ക് ടൈം കൊടുക്കാം, MP4 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. താഴെ നമുക്ക് കോഡാക്കും ഇതേപോലെ തന്നെ മാക് ആണെങ്കിൽ ആപ്പിൾ പ്രോറസ് കൊടുക്കുക. വിൻഡോസ് ആണെങ്കിൽ DNX HD കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ H.264 H.265 നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയത് അത് കൊടുക്കുക. റണ്ടർ കൊടുക്കുക. എന്നിട്ട് എവിടെ ഫോൾഡറിലേക്കാണോ കൊടുക്കേണ്ടത് അത് ഡിലീറ്റ് ആയി പോകരുത് കേട്ടോ. ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഫയൽ മിസ്സിങ് കാണിക്കും. അവിടേക്ക് റണ്ടർ കൊടുക്കുക. അപ്പോൾ നേരത്തെ ഒരു സ്റ്റക്ക് ആയിട്ടുള്ളൊരു പ്ലേ ബാക്ക് ആയിരുന്നു നമുക്ക് കിട്ടിയല്ലേ. പിന്നെ സ്റ്റക്ക് പ്ലേ ബാക്ക് ഒഴിവാക്കി സ്മൂത്ത് പ്ലേ ബാക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാണിച്ചാൽ കണ്ടോ. ക്ലാരിറ്റി കൂട്ടിയപ്പോഴും സ്മൂത്ത് പ്ലേ ബാക്ക് കിട്ടി. അപ്പോൾ ബേസിക് ആയിട്ടുള്ള വീഡിയോ ഇൻസ്പെക്ടർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നാളെ ഓഡിയോ ഇൻസ്പെക്ടർ പറയും. എന്നിട്ട് ഓരോന്ന് മുന്നോട്ടേക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ എന്നാൽ.